സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കേരളത്തിൽ, മധ്യ കേരളത്തിൽ നിന്ന് തന്നെ പത്തനാപുരത്ത് നിന്നുള്ള ഒരു വീഡിയോ ചിത്രമാണ് ഇന്നത്തെ പാഠഭേദത്തിൻ്റെ ആധാരം. നമ്മുടെ കേരളത്തിലെ ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും നമ്മുടെ ആളുകൾ അവരുടെ ഭിത്തികളിലൊക്കെ ബൈബിൾ വചനങ്ങൾ എഴുതി വെക്കാറുണ്ട്. അങ്ങനെയുള്ള വചനങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോയവരെ വിടുവിച്ച കഥകൾ, അതുപോലെ ഒത്തിരി ആളുകളെ തകർച്ചയിൽ നിന്ന് ഉദ്ധരിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം പത്തനാപുരത്ത് ഒരു വിശ്വാസിയായ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടിൻ്റെ മതിലിൽ, അതായത് വീടിൻ്റെ പുറം മതിലിൽ ഒരു വാക്യം എഴുതി വെച്ചു. ആ വാക്യം അദ്ദേഹത്തെ കൊണ്ട് തന്നെ സ്പ്രേ പെയിൻ്റ് ഉപയോഗിച്ച് ആ വാക്യത്തിൻ്റെ ഒരു പോർഷൻ മറയ്ക്കുന്ന ഒരു വീഡിയോ പോലീസ് വണ്ടിയൊക്കെ മുന്നിൽ കിടപ്പെട്ടു കേട്ടോ. അതിൻ്റെ അർത്ഥം പോലീസ് അകമ്പടിയോടുകൂടെ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ആ വാക്യത്തിൽ നിന്ന് ഒരു വാക്ക് മായ്ച്ചു കളയാൻ ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ വാക്യത്തിലെ ആ ഒരു പർട്ടിക്കുലർ പദം മാത്രം മായ്പ്പിക്കുന്ന കാഴ്ച. ഇത് നോർത്ത് ഇന്ത്യയിലെങ്ങുമല്ല, നമ്മുടെ മധ്യ കേരളത്തിൽ പത്തനാപുരത്ത് നിന്ന് ഉള്ള ഒരു കാഴ്ച. ബൈബിൾ വചനങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുന്നത് പലർക്കും ആശ്വാസമാണ്. പക്ഷേ നമ്മുടെ ഈ പത്തനാപുരത്തെ വിശ്വാസിയാകുന്ന പ്രിയപ്പെട്ട അച്ചായൻ, അദ്ദേഹം എഴുതിയ വാക്യം ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല. മറ്റൊന്നുമല്ല കേട്ടോ, ആ വാക്യത്തിൻ്റെ അകത്ത് വിഗ്രഹാരാധികൾ എന്നൊരു പദമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉമാണ് അദ്ദേഹം മതിലിന്മേൽ എഴുതിയത്. സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയാത്ത ആളുകളെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ലിസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ, ദൂർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വാക്യം റഫറൻസ് സഹിതം പ്രിയപ്പെട്ട വിശ്വാസി അച്ഛൻ അവിടെ എഴുതി. ഇത്തരത്തിലുള്ള ആളുകൾ അതൊക്കെ വിട്ടിട്ട് ദൈവരാജ്യത്തിന് യോഗ്യരായി തീരണമെന്നാണ് ഈ പ്രിയ സഹോദരൻ്റെ ആഗ്രഹം. എന്നാൽ ആ ഒരു വാക്യത്തിൽ നിന്ന് വിഗ്രഹാരാധികൾ എന്ന പദം അങ്ങ് മായ്ച്ചു കളഞ്ഞു. പരാതി ഉണ്ടായിരിക്കാം, ആരെങ്കിലും സങ്കടം പറഞ്ഞു കാണാം, അല്ലെങ്കിൽ പോലീസ് ഒരു മുഴം മുന്നിലെറിഞ്ഞതായിരിക്കാം. ഇനി ഈ വിഗ്രഹാരാധികൾ എന്ന ആ വാക്ക് കണ്ടിട്ട് ആരെങ്കിലും നാളെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിന് മുമ്പേ പോലീസ് മായ്പ്പിച്ചതാകാം, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് പരാതി കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് റിക്വസ്റ്റ് ചെയ്ത് മായ്പ്പിച്ചതുമാകാം. എന്താണെങ്കിലും വാക്യത്തിൽ നിന്ന് ഒരു വാക്ക് നീക്കം ചെയ്തിരിക്കുന്നു. വേദപുസ്തകത്തിൽ നല്ല കേട്ടോ, പത്തനാപുരത്ത് എഴുതിയ ചുവരെഴുത്തിൽ നിന്നാണ് ഒരു വാക്ക് നീക്കം ചെയ്തത്. അതുകൊണ്ട് സ്വർഗത്തിലെ എന്നേക്കും സ്ഥിരമായ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആ പദം വെട്ടിമാറ്റത്തൊന്നുമില്ല. പത്തനാപുരത്തെ ചുവരെഴുത്തിൽ ഒരു വാക്ക് മാറ്റിയത് കൊണ്ട് നാളെ തൊട്ട് ദൈവിക സ്വർഗീയ കോടതി തീരുമാനമെടുക്കുമ്പോൾ പത്തനാപുരത്ത് വെട്ടിക്കളഞ്ഞ പദമാകട്ടോ. അതുകൊണ്ട് വിഗ്രഹാരാധികൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട് എന്ന പുതിയ നിയമമൊന്നും ഈ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വിധിക്കുന്ന കോടതി ഒരിക്കലും ചെയ്യുകയില്ല. പിന്നെ നമുക്ക് തൽക്കാലം ഒരു ആശ്വാസം, അതായത് ഒരു സാമൂഹിക പ്രശ്നം ഒഴിവാക്കിയല്ലോ എന്ന ഒരു ആശ്വാസം. ഈ വാക്യം എഴുതിയ ഭിത്തിയുടെ ഉടമസ്ഥനെ കൊണ്ട് തന്നെ സ്പ്രേ പെയിൻ്റ് അടിച്ച് അത് മായ്ച്ചു. അതിനകത്തൊരു പ്രത്യേക ആത്മനിർവൃതി ചിലർക്കൊക്കെ ഉണ്ടാകാം, എഴുതിച്ചവനെ കൊണ്ട് തന്നെ മായ്ച്ചു എന്ന്. പക്ഷേ എനിക്ക് ഇതിനകത്തൊരു ചെറിയ ഒരു സംശയം ഉണ്ടാകുന്നത് ഈ വാക്യം വിഗ്രഹാരാധികളെക്കുറിച്ച് മാത്രമല്ല, അതിനകത്ത് പല ടൈപ്പ് ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ദുർനടപ്പുകാർ. അപ്പോൾ ഈ ദുർനടപ്പുള്ളവരാരെങ്കിലും നാളെ പോലീസിൽ പോയി പരാതി കൊടുക്കുകയോ എന്നെക്കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നത് ആ വാക്കൂടങ്ങ് മായ്ക്കണം. അല്ലെങ്കിൽ പിന്നെ വ്യഭിചാരികൾ. ഈ വ്യഭിചാരികളെന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല, അത് ആഗോള പ്രതിഭാസമാണ്. ലോകം മുഴുവൻ ആ ഒരു സ്വഭാവമുള്ള പാപത്തിൽ വീഴുന്ന ആളുകളുണ്ട്. അപ്പോൾ വ്യഭിചാരികൾക്ക് സംഘടന ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏതെങ്കിലും 1-2 വ്യഭിചാരികൾ ചെന്നിട്ട് പറയുകയാണ്, ആ വാക്ക് എന്നെ വളരെ ബുദ്ധിമുട്ടിക്കുന്നു, പുള്ളിയോട് പറയണം
അടുത്ത ദിവസം സ്പ്രേ പെയിൻ്റ് അടിച്ച് ആ വാക്കുകൂടെ അങ്ങ് മായ്ക്കണം. പിന്നെ അതിന് അപ്പുറത്തായിട്ട് വേറെ കുറേ ആളുകളുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതായത് സ്വയഭോഗികൾ, പുരുഷകാമികൾ. ഇത് എനിക്ക് തോന്നുന്നു LGBTQ ഗ്രൂപ്പുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഈ ഹോമോ സെക്ഷുവൽ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഉള്ളൊരു സൂചനയുള്ള വാക്യമാണ് ഈ പുരുഷകാമികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാം കൂടി പറഞ്ഞു ഇത് ഞങ്ങളെക്കുറിച്ചാണ് കേട്ടോ. ഏത് ഈ പുരുഷകാമികൾ എന്ന് എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ LGBTQ മഴവിൽ ആശയങ്ങളുടെ എതിരായിട്ടാണ്, ഞങ്ങളെ അത് വേദനിപ്പിക്കുന്നു, അതുകൊണ്ട് അങ്ങ് മായ്ക്കണം എന്ന് പറയുമ്പോൾ പിന്നെയും പത്തനാപുരത്തെ ഒരു പോലീസ് വണ്ടി വരുന്നു. നമ്മുടെ വിശ്വാസി അച്ചാൻ ഒരു സ്പ്രേ പെയിൻ്റ് കുപ്പിയുമായി പോയി പുരുഷകാമികൾ എന്ന പദം കൂടെ അങ്ങ് മായ്ക്കുന്നു. അതുകൊണ്ടും തീർന്നില്ല കേട്ടോ. കള്ളന്മാർ, കള്ളൻ രാത്രി ടോർച്ചൊക്കെ അടിച്ചു പോകുന്ന പോക്കിൽ, ടോർച്ച് അടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, കള്ളനും കണ്ടു ഭിത്തിമേൽ എഴുതിയ എഴുത്ത്, കള്ളൻ സ്വർഗത്തിൽ പോകത്തില്ല. കള്ളൻ പോലീസ് സ്റ്റേഷനിൽ സാധാരണ പോകാറില്ല, പിടിച്ചുകൊണ്ട് പോകാറേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം കള്ളൻ നേരിട്ട് ചെന്നിട്ട് പറഞ്ഞു, അത് എനിക്ക് വലിയ മനവശമുണ്ടാക്കി, കള്ളൻ എന്നുള്ള പദവും അങ്ങ് മായ്ക്കണം. നമ്മുടെ കേരള പോലീസ് മാതൃകാ പോലീസ്, ദേശത്ത് ഒരു കലാപം ഉണ്ടാക്കാതെ തടയുന്ന നമ്മുടെ പോലീസ്, നമ്മുടെ വേണ്ടപ്പെട്ട പിണറായിയുടെ പോലീസ് ഒരു സ്പ്രേ കുപ്പി എടുത്ത് അച്ചാൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞാൽ കള്ളൻ എന്ന പേരും മായ്ച്ചു കളയണം. അതും തീർന്നില്ല കേട്ടോ. അത്യാഗ്രഹികൾ, അത് പറയാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത്യാഗ്രഹികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആളുകൾ പറയുന്നത് ഒരുവിധപ്പെട്ട മനുഷ്യരെല്ലാം ഉപദേശിമാരും പിന്നെ അച്ഛന്മാരും പാസ്റ്റർമാരും എല്ലാം വെച്ച് അത്യാഗ്രഹമുള്ളവരാണെന്ന്. അവരെല്ലാം കൂടിയിട്ട് പറഞ്ഞു നമുക്ക് പോലീസ് സ്റ്റേഷനിലൊന്നും പോകണ്ട അച്ഛാ, ഈ അത്യാഗ്രഹി എന്നുള്ള പദം നമുക്ക് തന്നെ അങ്ങ് മായ്ക്കാം. അങ്ങനെ അച്ഛന്മാരും ഉപദേശിമാരും പാസ്റ്റർമാരും ഈ പത്തനാപുരത്തെ അച്ഛനും കൂടി ഈ അത്യാഗ്രഹികൾ എന്ന പദവും കൂടെ അങ്ങ് വായിച്ചു. പിന്നാണ് അടുത്ത കാറ്റഗറി വരുന്നത്, അതായത് മദ്യപാന്മാർ. അതിന് പിന്നെ കേരളത്തിൽ ഒട്ടും കുറവില്ല. അവരെല്ലാം കൂടി അവർക്ക് പിന്നെ സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മദ്യപാന്മാരുടെ സംഘടനകളൊക്കെ ഉണ്ട്. ബിവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവർക്ക് തന്നെ ഒരു സംഘടനയില്ലേ, ഇല്ല തന്നെ അവർ സംഘടിക്കത്തില്ലേ? അവർ സംഘടിച്ചിട്ട് പറഞ്ഞു ഇത് നമുക്കുള്ളതാണ്, നമുക്കെതിരായിട്ടുള്ളതാണ്. സർക്കാരിനോട് പറഞ്ഞു മറ്റാരെയും തൊട്ട് കളിക്കാം, പക്ഷേ കേരളത്തിലെ മദ്യപാന്മാരെ തൊട്ട് കളിക്കാൻ പാടില്ല, കാരണം ഏറ്റവും വലിയ വരുമാനം ഞങ്ങളാണ്, ഇതൂടെ മായ്ക്കണം. അങ്ങനെ ഒരുവിധപ്പെട്ടതെല്ലാം അങ്ങ് മായ്ച്ചു എന്ന് നിങ്ങളങ്ങ് ചിന്തിക്കുക. നമ്മുടെ സൗകര്യപൂർവ്വം വേദപുസ്തകത്തിലെ വാക്യങ്ങൾ മായ്ച്ചത് കൊണ്ടൊന്നും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റമുണ്ടാകുകയില്ല. മായ്പ്പിക്കുവാൻ ശ്രമിച്ചവർക്ക് ഒക്കെ ഒരു മനസുഖം കിട്ടിയെന്നുള്ളതല്ലാതെ, എവിടേക്കോ ജയിച്ചെന്നുള്ള ഒരു തോന്നലുണ്ടായി എന്നുള്ളതല്ലാതെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല. വാക്യത്തിൻ്റെ ആരംഭവും അവസാനവും മാത്രം ശേഷിച്ച് ഇടയ്ക്കുള്ളതെല്ലാം മായ്ച്ചു കളഞ്ഞാലും ഒരിക്കൽ സ്വർഗീയ കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ട നാളിൽ അന്ന് ദൈവം നമ്മെ വിസ്തരിക്കുന്നത് പത്തനാപുരത്തെ മതിലെഴുത്ത് നോക്കിയല്ല, വേദപുസ്തകത്തിലെ ഒരിക്കലും മാറാത്ത ആ ഒരു ലിഖിതം നോക്കിയിട്ടാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാക്കണം. മതിലെഴുത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇറാൻ സംഭവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ന്യൂസ് ചാനലിൽ കാലത്തിൻ്റെ മതിലെഴുത്തിനെക്കുറിച്ച് പറഞ്ഞത് ഒന്നോർത്തു പോകുകയാണ്. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ, അതായത് ബേൽസസർ രാജാവിൻ്റെ മുറിക്കകത്ത് ഭിത്തിമേൽ എഴുതിയ ദൈവത്തിൻ്റെ വിരലുകളുണ്ട്. ആ വിരലുകൾ ബേൽസസറിൻ്റെ ഏപ്പ് ആടിപ്പോയി എന്നൊക്കെയാണ് വേദപുസ്തകം പറയുന്നത്. ആ വിരലുകൾ ഇന്നും ചുവരുകളിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. ചിലരെ തൂക്കിക്കൊണ്ട്, ചിലരെ അളന്നുകൊണ്ട്, ചില രാജ്യത്വങ്ങളെ തൂക്കിക്കൊണ്ട്, ചില സിംഹാസനങ്ങളെ തൂക്കിക്കൊണ്ട് ഇന്നും അതിൻ്റെ വിധി പ്രഖ്യാപനം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിരലുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ആർക്കും പരിക്കില്ലാത്ത ഭാഷയിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം പറയാം. അങ്ങനെ ആരെങ്കിലും മായ്ച്ചാൽ മായുന്നതാണോ ദൈവവചനം എന്ന ചോദ്യത്തിന് നിങ്ങൾക്കും ഉത്തരമുണ്ടാകുമല്ലോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.